നമസ്കാരം. വിക്രമാദിത്യ കഥകളിലെ 9ാമത്തെ കഥ 3 രാജാക്കന്മാർ. വിക്രമാദിത്യൻ മൂന്നാമതും വേതാളത്തെ വരിഞ്ഞുകെട്ടി തോളിലാക്കിക്കൊണ്ട് യാത്രയായി. അപ്പോഴും വേതാളം വേറൊരു കഥ പറഞ്ഞു തുടങ്ങി. ഒരിക്കൽ 3 രാജാക്കന്മാർ ഒന്നിച്ച് ഉല്ലാസ പര്യടനത്തിന് ഇറങ്ങി. പലയിടത്തും ചുറ്റി സഞ്ചരിച്ച ശേഷം അവർ ഒരു രാജാവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേർന്നു. അവരുടെ സിദ്ധികളെയും കഴിവുകളെയും പറ്റി രാജാവ് അവരോട് പലതും ചോദിച്ചു മനസ്സിലാക്കി. സുഖത്തെപ്പറ്റി അവർക്ക് എന്തറിയാമെന്ന് ചോദിച്ചതിന് തങ്ങൾക്ക് ഭക്ഷണസുഖം, സ്ത്രീസുഖം, നിദ്രാസുഖം ഇവ 3 അറിയാമെന്ന് കുമാരന്മാർ മറുപടി കൊടുത്തു. അവരെ ഒന്ന് പരീക്ഷിക്കണമെന്ന് കരുതി രാജാവ് ഭക്ഷണസുഖം അറിയാമെന്ന് പറഞ്ഞ കുമാരനെ നേരെ കൊട്ടാരത്തിലെ ഭോജനശാലയിലേക്ക് അയച്ചു. ഭക്ഷണം കഴിഞ്ഞ് മടങ്ങി വന്ന രാജകുമാരനോട് രാജാവ് ചോദിച്ചു, എന്താ ഭക്ഷണം സുഖമായില്ലേ? അഭിപ്രായം എങ്ങനെ? രാജകുമാരൻ മറുപടി പറഞ്ഞു, ഹേയ് മോശം, ചോറിന് ചാണകത്തിൻ്റെ ഗന്ധമുണ്ട്. അതിൻ്റെ നിജസ്ഥിതി അറിയാനായി രാജാവ് മഹാസനത്തിൽ അന്വേഷിച്ചതിൽ ചാണകച്ചാമ്പൽ വളം ചേർത്ത് നിലത്തിൽ വിളയിച്ച നെല്ലിൻ്റെ ചോറാണതെന്നറിഞ്ഞ് രാജാവ് കുമാരൻ്റെ വിവേചന ശക്തിയെ ശ്ലാഘിച്ചു. അനന്തരം നിദ്രാസുഖമറിയാമെന്ന് അവകാശപ്പെട്ട രാജകുമാരനെ പരീക്ഷിക്കാനായി അദ്ദേഹത്തെ പള്ളിയറയിലേക്ക് അയച്ചു. സുഖലോലുപനായ ഒരു രാജകുമാരന് നിശാവിശ്രമത്തിന് പ്രതീക്ഷിക്കുന്ന സകല സുഖഭോഗ വസ്തുക്കളും അതിനുള്ളിൽ ഒരുക്കിയിരുന്നു. കുമാരൻ ഹംസതൂലികാ തൽപ്പത്തിൽ മാദകലഹരി പിടിപ്പിക്കുന്ന സുഗന്ധദ്രവ്യങ്ങളുടെ പരിമളം ആസ്വദിച്ചുകൊണ്ട് കിടന്നു. കുറെ കഴിഞ്ഞ് അദ്ദേഹം ഈർഷ്യയോടുകൂടി എഴുന്നേറ്റ് രാജസവിധത്തിലെത്തി. എന്താണ് ഇത്ര വേഗം എഴുന്നേറ്റ് പോകുന്നത്? ഉറക്കത്തിനുള്ള ഒരുക്കങ്ങൾ തൃപ്തികരമായിരുന്നില്ലെന്നുണ്ടോ? രാജാവ് ചോദിച്ചു. ഒരുക്കങ്ങൾക്കൊന്നും ഒരു കുറ്റവും പറയാനില്ല, പക്ഷേ എനിക്ക് യാതൊരു സുഖവും തോന്നിയില്ല. ശരീരമാസകലം എന്തെന്നില്ലാത്ത വേദന. രാജാവ് കിടക്ക പരിശോധിച്ചപ്പോൾ അതിന്മേൽ ഒരു തലമുടി നാര് കിടക്കുന്നത് കണ്ടു. അതിനെക്കുറിച്ച് അദ്ദേഹം കൂടുതൽ ചിന്തിച്ചതുമില്ല. മൂന്നാമത്തെ രാജകുമാരനെ സ്ത്രീസുഖം അനുഭവിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചു. അതിലേക്ക് അദ്ദേഹത്തെ അപ്സരസിനു തുല്യം മനോഹരിയായ ഒരു യുവതിയുടെ ക്രീഡാഗ്രഹത്തിലേക്കാണ് അയച്ചത്. അവളുമായി കാമകേളികൾ നടത്തി തിരിച്ചു വന്ന രാജകുമാരനോട് രാജാവ് സ്ത്രീസുഖത്തെപ്പറ്റി അഭിപ്രായം ചോദിച്ചു. ഹേയ് മോശം, ആ പെണ്ണിൻ്റെ ദേഹത്ത് എരുമയുടെ ഗന്ധമുണ്ട്. കുമാരൻ വെറുപ്പ് ഭാവിച്ചുകൊണ്ട് പറഞ്ഞു. ഇതിൻ്റെ ഹേതു അറിയാനായി അന്വേഷണം നടത്തിയതിൽ ആ പെണ്ണ് ഇടയജാതിയിൽപ്പെട്ടവളാണെന്ന് രാജാവിന് അറിവ് കിട്ടി. അങ്ങനെ രാജകുമാരന്മാർ മൂവരും തങ്ങളുടെ കഴിവുകളെപ്പറ്റി നടത്തിയ അവകാശവാദങ്ങൾ ശരിയാണെന്ന് രാജാവിന് ബോധ്യപ്പെട്ടു. വളരെ സന്തോഷപൂർവ്വം വിശിഷ്ടങ്ങളായ പാരിതോഷികങ്ങൾ നൽകി അവരെ യാത്രയാക്കുകയും ചെയ്തു. ഇങ്ങനെ കഥ പറഞ്ഞിട്ട് വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു, പ്രഭോ, ഞാൻ പറഞ്ഞ 3 രാജകുമാരന്മാരിൽ ആരാണ് ഏറ്റവും സമർത്ഥൻ? നിദ്രാസുഖം അറിയുന്നവൻ എന്ന് വിക്രമാദിത്യൻ ചടുതിയിൽ മറുപടി പറഞ്ഞു. വേതാളം ഉടൻ തൻ്റെ കെട്ടുകൾ പൊട്ടിച്ച് പഴയ മുരുക്കുമരത്തിൻ്റെ സമീപത്തേക്ക് ഓടി പഴയതുപോലെ തല കീഴായി തൂങ്ങിക്കിടക്കുകയും ചെയ്തു. നന്ദി.